കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. ഏഷ്യ ലൈവ് ടിവിയിലെ ഫെങ്ഷി പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് ഇന്ന് എല്ലാവരും പേര്, പ്രശസ്തി ഒക്കെ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ജീവിതത്തിൽ ഇത്തരം കാര്യങ്ങൾ ഫെങ്ഷുയിലൂടെ നമുക്ക് നേടിയെടുക്കാൻ വളരെ ചെറിയ കാര്യങ്ങളിലൂടെ ചെയ്തുകൊണ്ട് നമുക്കിതെങ്ങനെ ജീവിതത്തിൽ നേടിയെടുക്കാം എന്നുള്ളതാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ആദ്യം നമുക്ക് നമ്മളുടെ വീടിനെ 8 ദിക്കുകളും ഒരു ബ്രഹ്മസ്ഥാനം, അങ്ങനെ 9 ഏരിയകളായിട്ട് തിരിക്കുക. ഞാനത് എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, എന്നാലും പുതിയ ആൾക്കാർക്ക് കേട്ടിട്ടില്ലെങ്കിൽ കേൾക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ നമുക്കിത് വീടിനെ 9 തിരിക്കാം. വീട് എത്ര വലുതോ ചെറുതോ ആയിക്കോട്ടെ, അതിനെ കറക്റ്റ് 9 തിരിക്കുമ്പോൾ 8 ദിക്കുകളും ഒരു ബ്രഹ്മസ്ഥാനവും കിട്ടുന്നുണ്ട്. ബ്രഹ്മസ്ഥാനം എന്ന് പറഞ്ഞാൽ വീടിൻ്റെ നടുക്ക് വരുന്നൊരു പോർഷൻ. അപ്പോൾ നമ്മുടെ തെക്ക് വശമാണ് ഏതൊരു വീടിൻ്റെയും തെക്ക് വശം, വീടിൻ്റെ, സ്ഥാപനത്തിൻ്റെ, ഓഫീസിൻ്റെ ഒക്കെ തെക്ക് വശമാണ് വിജയം. അതായത് പേര്, പ്രശസ്തി, അംഗീകാരം, വിജയം, ഇതിൻ്റെയൊക്കെ ദിക്കെന്ന് പറയുന്നത് തെക്ക് വശമാണ്. അപ്പോൾ ഈ തെക്ക് വശത്ത് നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു നെഗറ്റീവാണ് അവിടെ ഉള്ളതെങ്കിൽ, നെഗറ്റീവ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ദിക്ക് മലിനപ്പെട്ടു പോകാനായിട്ടുള്ള കാരണങ്ങളിൽ കിച്ചൺ വന്നാൽ മലിനപ്പെട്ടു പോകാം, ടോയ്ലറ്റ് വന്നാൽ മലിനപ്പെട്ടു പോകാം, മിസ്സിങ്, അതായത് മൊത്തത്തിൽ കെട്ടിയെടുക്കുമ്പോൾ തെക്ക് ഭാഗത്ത് വീടിൻ്റെ നിർമ്മിതി ഇല്ലാതിരുന്നു കഴിഞ്ഞാൽ അതിനെ മിസ്സിങ് ഏരിയ ആയിട്ട് കണക്കാക്കും. അപ്പോൾ ഇത്തരത്തിൽ ആ തെക്ക് ഭാഗം മിസ്സിങ് ആയിക്കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ നമുക്കൊരു പേരോ പ്രശസ്തിയോ ഒരു അംഗീകാരമോ കിട്ടാത്തൊരവസ്ഥ നമ്മുടെ ജീവിതത്തിലേക്ക് ഉണ്ടാവും. അപ്പോൾ ഇത്തരം ദോഷങ്ങൾ നമുക്ക് മാറുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് വീടിൻ്റെ ഇപ്പോൾ തെക്ക് വശത്ത് ഒരു ടോയ്ലറ്റ് ഉണ്ടെങ്കിൽ ആ ടോയ്ലറ്റിനകത്ത് ഒരു പാറക്കല്ല് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ദോഷം ഒരു പരിധി വരെ മാറാനായിട്ട് നല്ലതാണ്. ഇപ്പോൾ നമുക്ക് ടൈൽ കടകളിലൊക്കെ നമുക്കിത് ഇങ്ങനെ സ്ക്വയറായിട്ട് റെക്റ്റാങ്കിളായിട്ട് കട്ട് ചെയ്തെടുക്കുന്ന പാറക്കല്ലുകൾ നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും. അപ്പോൾ അതെടുത്ത് അതിൻ്റെ സൗത്ത് ഭാഗത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ടോയ്ലറ്റ് അവിടെ വരുന്നത് മൂലം ഉണ്ടാകാവുന്ന ദോഷത്തെ ഒരു പരിധി വരെ നമുക്ക് മറികടക്കാനായിട്ട് അത് സാധിക്കും. എന്നിട്ട് നമുക്ക് നമ്മുടെ സ്വീകരണ മുറിയിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്വീകരണ മുറിയുടെ തെക്ക് ഭാഗത്ത് ഇപ്പം ആ വീട്ടിലെ ഇപ്പോൾ ഗൃഹനാഥൻ അല്ലെങ്കിൽ മകൻ അല്ലെങ്കിൽ അവരുടെ മകൾ, അവരാണ് പേര്, പ്രശസ്തി, അംഗീകാരം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കിട്ടേണ്ടത് വളരെ അത്യാവശ്യമാണ്, അവരുടെ ജീവിതം മുന്നോട്ട് പോകാനായിട്ട് അത്യാവശ്യമാണ്. അപ്പോൾ അത്തരത്തിൽ അവരിത് ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ അവരുടെ ഒരു റെഡ് ഡ്രസ്സിലുള്ള ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുത്ത് അത് എൻലാർജ് ചെയ്തിട്ട്, ഡ്രസ്സ് റെഡ് ആയിരിക്കണം, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വന്നിട്ട് ഗ്രീൻ ആയിരിക്കണം. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ചെയ്തുകൊണ്ട് നമ്മളുടെ സ്വീകരണ മുറിയുടെ തെക്ക് ഭാഗത്ത് വെക്കുകയാണെങ്കിൽ ഈ വ്യക്തിക്ക് പേര്, പ്രശസ്തി, അംഗീകാരം, വിജയം ഒക്കെ ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ നമുക്കവിടെ ചെയ്യാവുന്ന മറ്റൊരു റെമഡി എന്ന് പറയുന്നത്, സ്വീകരണം മൊത്തം വീടിൻ്റെ തെക്ക് ഭാഗത്തായിട്ട് വീടിന് പുറത്ത് ഒരു റെഡ് 0 വോൾട്ട് ബൾബ് അവിടെ ഒരു മിനിമം 3 മണിക്കൂറെങ്കിലും കത്തിച്ചിടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു നേട്ടം ഉണ്ടാക്കാനായിട്ട് ഒത്തിരിയേറെ പ്രയോജനം ചെയ്യും. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ വർഷം നമുക്ക് ആനുവൽ സ്റ്റാർ എന്ന് പറഞ്ഞിട്ട് അവിടെ സൗത്തിൽ വന്നിരിക്കുന്ന നക്ഷത്രം 2 ആണ്. അപ്പോൾ 2 ആനുവൽ സ്റ്റാർ സൗത്തിൽ വന്നിരിക്കുന്നത് കൊണ്ട് ഈ വർഷം നമ്മളവിടെ റെഡ് ലൈറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ച് ആരോഗ്യ പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ വർഷം എന്ന് പറയുന്നത് 2020 ഇതൊന്ന് ഒഴിവാക്കുന്നത് നിങ്ങൾക്ക് നല്ലതായിരിക്കും. അത് കഴിഞ്ഞിട്ട് നമുക്കിവിടെ മറ്റൊരു ലിവിംഗ് റൂമിൽ വയ്ക്കാവുന്ന മറ്റൊരു ടൂൾ എന്ന് പറയുന്നത് ഒരു ഫീനിക്സ് ബേർഡിൻ്റെ ചിത്രം വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും അതിൽ നിന്നെല്ലാം ഉയർന്ന് മുകളിലേക്ക് വരാനായിട്ട് ഈ ഫീനിക്സ് ബേർഡ് നമ്മളെ സഹായിക്കും. ഇതൊരു സിംബോളിക്കിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ ചിലർ ചോദിക്കും, ഇത് ഒരു ഫീനിക്സ് ബേർഡ് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ സംഭവിക്കുമോ, അല്ലെങ്കിൽ ഒരു വിക്ടറി കോഴ്സ് വെച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റുമോ, അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും അത് ചെയ്താൽ പോരെ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ളടത്തൊന്നും പറയാനില്ല. നിങ്ങളിത് ചെയ്തു നോക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാവുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. നിങ്ങൾ ഉറപ്പായും വിശ്വസിച്ചുകൊണ്ട് ഇത് ചെയ്യൂ, അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ട് കിട്ടും. അപ്പോൾ സ്വീകരണ മുറിയുടെ തെക്ക് വശത്ത് വെക്കേണ്ട 2-3 ടൂൾസ് ഒന്നും കൂടെ പറയാം. ഒന്ന്, നിങ്ങളുടെ ഫോട്ടോ ഞാൻ പറഞ്ഞ രീതിയിൽ അവിടെ വയ്ക്കുക. 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫീനിക്സ് ബേർഡിൻ്റെ ചിത്രമോ രൂപമോ അവിടെ വയ്ക്കാം. 3, 8 കുതിരകൾ അവിടെ ആ ഭാഗത്ത് ഓടി വരുന്ന കണക്ക് 8 കുതിരകൾ വയ്ക്കുക. ഇപ്പോൾ പല വീടുകളിലും ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് 7 കുതിരകളാണ്. അത് 7 കുതിരകളുടെ ആ ഒരു പ്രോസ്പെരിറ്റി വിട്ടുപോയിട്ടുണ്ട്. ഇപ്പം 1984, 2004 എന്ന് പറയുന്ന പീരീഡ് 7 എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ 7 കുതിരകളുടെ ഒരു പ്രശസ്തി ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു കാലഘട്ടം നമുക്ക് കഴിഞ്ഞു പോയി. ഇപ്പോൾ 2004, 2024 എന്ന് പറഞ്ഞ പീരീഡ് 8 എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് 8 കുതിരകളാണ് വളരെ പോസിറ്റീവായിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് ഒരൊറ്റ കുതിര 2 കാലുകൾ ഉയർത്തി നിൽക്കുന്ന വിക്ടറി ഹോഴ്സിൻ്റെ ഒരൊറ്റ എണ്ണം വയ്ക്കുന്നത് അവിടെ നല്ല വിജയം ഉണ്ടാവും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ നിങ്ങൾക്ക് അനുഭവിച്ചറിയാനായിട്ട് സാധിക്കുന്നത്. എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിർത്തുന്നു. നന്ദി, നമസ്കാരം.